ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള, അതായത് ആരോഗ്യപരമായി ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു വെൽത്ത് തന്നെയാണ്. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു പ്രോവർബാണ്. ഇന്ന് നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച് കേട്ടു നോക്കാം. എന്തുകൊണ്ട് അവർ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. 10ാം സ്ഥാനത്ത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഈ ഒരു ലിസ്റ്റിൽ വരാനായിട്ടുള്ള മെയിൻ കാര്യം എന്താണെന്നറിയോ? മെയിൻ ആയിട്ട് അവരുടെ ഡയറ്റാണ്. അവരുടെ ഭക്ഷണങ്ങളിൽ കൂടുതലും മീനും അതുപോലെ വെജിറ്റബിൾസും അതുപോലെ അൺസാച്ചുറേറ്റഡ് ഫാറ്റുമാണ് വരുന്നത്. മീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല പ്രോട്ടീനാണ്. അതുപോലെ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടുമിക്ക എല്ലാ ന്യൂട്രിയൻസും നമുക്ക് അതിൽ നിന്ന് കിട്ടും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ജേണൽ ആയിട്ടുള്ള ലാൻസെറ്റ് ഒരിക്കൽ ഒരു ആർട്ടിക്കിൾ വെച്ചായിരുന്നു. ആ ആർട്ടിക്കിളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഡയറ്റ് സംബന്ധമായിട്ട്, അതായത് ഭക്ഷണ സംബന്ധമായിട്ടുള്ള മരണങ്ങൾ വളരെ കുറവാണെന്ന്. 9ാം സ്ഥാനത്ത് നോർവേ. നോർവേ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ അവിടുത്തെ ലാൻഡ്സ്കേപ്പാണ്. ആ സ്ഥലത്തെ ലാൻഡ്സ്കേപ്പുകൾ, അതായത് സീനറികൾ എന്നൊക്കെ പറയില്ലേ, നമ്മൾ പോയി കണ്ടാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായി തോന്നും. എന്തിനേറെ പറയണം, തുടർന്നു പോകുമെന്നാണ് പറയുന്നത്. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നോർവേയിലുള്ളത്. നോർവേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടുത്തെ വായു വെള്ളവും ഭയങ്കര ക്ലീനാണ്. ഭയങ്കര വൃത്തിയുള്ള വെള്ളവും വായുവുമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 83 വയസ്സാണ്. 8ാം സ്ഥാനത്ത് സിംഗപ്പൂർ. ഈ ലോകത്തിലേക്ക് വെച്ച് ആരോഗ്യത്തിനും വൃത്തിക്കും ഇതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലങ്ങൾ വേറെ ഒരു പക്ഷേ കാണത്തില്ല. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ആരോഗ്യപരമായി മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം അവിടുത്തെ ഭക്ഷണവും അതുപോലെ വൃത്തിക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യവും. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, സിംഗപ്പൂരിലെ റോട്ടിൽ നിന്ന് വെള്ളം കോരി കുടിച്ചാൽ പോലും ഒരു അസുഖവും വരത്തില്ല, അത്ര വൃത്തിയാണെന്ന്. ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം അത്രയും വൃത്തിയുള്ള സ്ഥലമാണ് സിംഗപ്പൂർ എന്നുള്ളത് കൊണ്ടാണ്. 7ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലം അവരുടെ ബീച്ചുകൾക്ക് വളരെ പ്രസിദ്ധമാണ്, അല്ലേ? എന്നാൽ അവർ പ്രസിദ്ധമായിരിക്കുന്ന മറ്റൊരു കാര്യവും കൂടെയുണ്ട്, അവരുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓസ്ട്രേലിയയിലുള്ള ജനങ്ങൾ കഴിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം നമുക്ക് തരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ എന്നുമാണ് പറയപ്പെടുന്നത്. അടുത്തത് സ്വീഡൻ. മനോഹരമായിട്ടുള്ള ആ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഭക്ഷണത്തെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവായിരിക്കും. എന്നാൽ ഫാറ്റ്, അതും ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള നല്ല ഫാറ്റ് മാത്രമേ ഇവർ കൂട്ടാറുമുള്ളൂ. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 83 വയസ്സാണ്. ശരാശരി ഒരു മനുഷ്യന് 83 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത്. സ്വിറ്റ്സർലൻഡ്. മനോഹരമായിട്ടുള്ള സീനറിയും അതുപോലെ ആൽപൈൻ സ്കീയിങ്ങിനും ഉപരി ഇവർ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യവും കൂടെയുണ്ട്. വേൾഡിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് സ്വിറ്റ്സർലൻഡ്. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഏകദേശം 83 വയസ്സ് വരെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ വെള്ളം വളരെ ശുദ്ധമാണ്. ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് സ്വിറ്റ്സർലൻഡിലുള്ളത്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി, അതായത് നമ്മുടെ വർക്ക് ലൈഫും അതുപോലെ പേഴ്സണൽ ലൈഫും, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും നമ്മുടെ തൊഴിലും പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ. 4ാം സ്ഥാനത്ത് ജപ്പാൻ. ജപ്പാനിലെ ഈ ഒരു ജനതകളിലുണ്ടല്ലോ, ജപ്പാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ ജനതകളുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. കാരണം ജപ്പാനിലുള്ള 4ൽ 3 ആളുകളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അതിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഇവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതിയാണ്. അത് ആ ഭക്ഷണത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭക്ഷണം ഉണ്ടാക്കിയേക്കുന്ന രീതിയല്ല, ആ ഭക്ഷണം എങ്ങനെ അവർ കഴിക്കുന്നു എന്നുള്ളതിലാണ്. ഇവരുടെ ഭക്ഷണ രീതിയെ ഹര ഹാച്ചിബു എന്ന് പറയും. അതായത് 80% നിറയുന്ന രീതിക്ക് മാത്രമേ ഇവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഈ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ബോഡി എക്സോസ്റ്റഡ് ആവത്തുമില്ല. അടുത്തത് ഐസ്ലാൻഡ്. ഐസ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ഇത്രയും പ്രസിദ്ധമാകുന്നത് അവരുടെ ലഗൂൺ, നീല നിറത്തിലുള്ള ലഗൂൺസും അതുപോലെ അവരുടെ നോർത്തേൺ ലൈറ്റ്സും മാത്രമല്ല കേട്ടോ. കാരണം ഇവരുടെ ഭക്ഷണ രീതിയും കൂടെയാണ്. ഇവരുടെ ഭക്ഷണത്തിൽ കൂടുതലും വരുന്നത് സീ ഫുഡുകളും അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റുമാണ്. പഴകിയ മീറ്റൊന്നും ഇവർ കഴിക്കാറില്ല. ഫ്രഷ് ആയിട്ടുള്ള മാംസം മാത്രമേ ഇവർ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താറുള്ളൂ. പിന്നെ സർവോപരി ഐസ്ലാൻഡിലുള്ള ജനതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നതിനെക്കാട്ടിയും അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് പുറത്തിറങ്ങിയുള്ള ആക്ടിവിറ്റികളിലുമാണ്. 2ാം സ്ഥാനത്ത് ഇറ്റലി.
ഇറ്റലി എന്ന് പറയുന്ന സ്ഥലം തങ്ങളുടെ പിസ്സകൾക്കും പാസ്തകൾക്കും പ്രസിദ്ധമാണെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ കൂടുതലും സ്റ്റിക്ക് ചെയ്യുന്നത് ഈ ഒരു വെജിറ്റബിൾ ഫുഡുകളിലോട്ടാണ്. വെജിറ്റബിൾ ഫുഡും അതുപോലെ അവർ ഭക്ഷണത്തിൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഓയിൽ ഒലിവ് ഓയിലുമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഭക്ഷണ രീതി ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഒന്നാം സ്ഥാനത്ത് സ്പെയിൻ. അവരുടെ വൃത്തിയും ശുദ്ധിയും പോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളത് സ്പാനിഷ് ഭക്ഷണങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, സ്പാനിഷ് ജനതകൾ മിക്കപ്പോഴും ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഒലിവ് ഓയിലും ഫ്രഷ് വെജിറ്റബിൾസും അതുപോലെ റെഡ് മീറ്റ് അല്ലാത്ത മീറ്റും റെഡ് വൈനും എല്ലാം ഇവരുടെ ഡയറ്റിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് സ്പാനിഷ് ജനതകൾക്കുള്ളതായി നമുക്ക് പറയാം. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ.